കോൺഗ്രസ് പാർട്ടിയിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ എല്ലാവരും ആ പാർട്ടിയെ അധിക്ഷേപിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ചില നിലപാടുകളാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കാര്യത്തിനെ അവർ പൊതുവിടത്ത് ഇട്ടങ്ങലക്കും. അപ്പോൾ പിന്നെ വരുന്നവനും പോകുന്നവനും ഒക്കെ കയറി അഭിപ്രായം പറയും, ചേരി തിരിയും. അങ്ങനെ ആ പ്രശ്നം അവരുടെ കയ്യിൽ നിന്നും പോകും. മര്യാദയ്ക്ക് നേതാക്കന്മാർ എല്ലാവരും കൂടിയിരുന്ന് തീരുമാനമെടുത്താൽ തീരാവുന്ന പ്രശ്നം അതോടുകൂടി മീഡിയയും നാട്ടുകാരും എല്ലാം അങ്ങ് ഏറ്റെടുക്കും. വന്ന് ഇടതുപക്ഷവും അങ്ങനെ ആയിട്ടുണ്ടോ എന്നാണ് സംശയം. മന്ത്രി സജി ചെറിയാനും AK ബാലനും അടക്കമുള്ള CPM നേതാക്കൾക്കെതിരെ തുറന്നടിച്ച മുതിർന്ന പാർട്ടി നേതാവ് G സുധാകരനെയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച മുതിർന്ന നേതാക്കളുടെ അച്ഛനും അമ്മയ്ക്കും അടക്കം ഫേസ്ബുക്കിൽ വന്ന് തെറി പറയുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ തന്നെ ഉപദേശിക്കാനാണ് സജി ചെറിയാനും AK ബാലനും ശ്രമിച്ചത് എന്നാണ് G സുധാകരന്റെ ഒരു വിഷമം. ഇതിനൊക്കെ കാരണമായതോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ G സുധാകരനെ വിമർശിച്ചുകൊണ്ട് AK ബാലനിട്ട ഒരു പോസ്റ്റാണ്. കാലം എന്നിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി, പക്ഷേ G സുധാകരൻ പഴയ G സുധാകരൻ തന്നെയാണ് എന്നായിരുന്നു സമീപകാലത്തെ സുധാകരന്റെ പ്രസ്താവനകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ബാലൻ കുറിച്ചത്. അതോടുകൂടി സുധാകരന്റെ രക്തമങ്ങ് തിളക്കുകയും താൻ മാറിയിട്ടില്ലെന്നും പാർട്ടി പഠിപ്പിച്ച ഉറച്ച നിലപാടുകളിലൂടെ ജീവിക്കുന്നതിനാൽ തന്നെ ബാലനെ പോലെ രാഷ്ട്രീയത്തിൽ നിന്നും പൈസയൊന്നും ഉണ്ടാക്കാൻ തനിക്കായില്ല എന്നും ആഞ്ഞടിക്കുകയായിരുന്നു. പിന്നെ നടന്ന വാക്പോരുകൾ കോൺഗ്രസ്സുകാരെ കൂടി തോൽപ്പിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സുധാകരന് അറ്റൻഷൻ സീക്കിംഗ് ആണെന്നാണ് ബാലന്റെ അഭിപ്രായം. അടുത്ത കാലത്ത് G സുധാകരന് ചില ആശങ്കകളുണ്ട്. തന്നെ അവഗണിക്കുന്നുണ്ടോ എന്ന തോന്നൽ അദ്ദേഹത്തിന് നന്നായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആളുകളുടെ ശ്രദ്ധ കിട്ടാനും അമർഷം പുറത്തു കാണിക്കാനും ഇങ്ങനെ തരംതാണ വഴികൾ നോക്കുമെന്നും ബാലൻ വ്യക്തമാക്കുകയുണ്ടായി. ബാലനെ മാത്രമല്ല, മന്ത്രി സജി ചെറിയാനും ഒരു കൊട്ടുകൊടുക്കാൻ സുധാകരൻ മറന്നിട്ടില്ല. താൻ BJPയിൽ പോകുമെന്ന് സജി ചെറിയന്റെ ആളുകൾ പ്രചരിപ്പിച്ചു. എന്നിട്ടും മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്നയുടെ ആരോപണം ഉയർന്നപ്പോൾ പ്രതിരോധത്തിന് തന്നെയാണ് ചുമതലപ്പെടുത്തിയതെന്നും സുധാകരൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല, അമ്പലപ്പുഴയിൽ താൻ വോട്ട് ചോർത്താൻ ശ്രമിച്ചെന്ന ആരോപണത്തിലും സുധാകരൻ പ്രതികരിച്ചിട്ടുണ്ട്. സജി ചെറിയാനും ആരിഫും അറിയാതെ തനിക്കെതിരെ പരാതി പോവില്ല. സുധാകരൻ ശ്രദ്ധിക്കണമെന്ന് പാർട്ടി പറഞ്ഞു. പുറത്താക്കാനായിരുന്നു നീക്കം. അതിനായി പടക്കം വരെ പൊട്ടിച്ചു. ഇതിലെല്ലാം സജി ചെറിയൻ പങ്കാളിയാണെന്നും സുധാകരൻ വേദനയോടുകൂടി പറയുന്നുണ്ട്. അടുത്ത പരാതി എളമരം കരീമിനെ കുറിച്ചാണ്. എളമരം കരീമിന്റെ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്ത് സംസ്ഥാനത്ത് കമ്മിറ്റി കഴിഞ്ഞു വരുമ്പോൾ പിണറായി വിജയൻ വിളിപ്പിക്കുകയും ജയിച്ചു കഴിഞ്ഞ് എന്തിനാണ് ഈ MLA പരാതി നൽകിയതെന്ന് ചോദിക്കുകയും ഉണ്ടായി. ഇതേ സംശയം തനിക്കും കോടിയേരിക്കും ഉണ്ടായി. പിന്നെ ഒരു പരാതി ലഭിച്ചപ്പോൾ എളമരം കരീം അദ്ദേഹത്തിന് കഴിയുന്ന വിധത്തിലൊക്കെ ഇളക്കി നോക്കി. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് സുധാകരൻ തൻ്റെ പോർവിളികൾ തൽക്കാലത്തേക്ക് നിർത്തിയത്. ഇവർക്കൊക്കെ എന്ത് പറ്റി എന്നാണ് മനസ്സിലാവാത്തത്. സാധാരണ അകത്ത് എന്തൊക്കെ പുകലുകൾ ഉണ്ടായാലും അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും മാതൃക ആകാവുന്ന ഒരു പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാർട്ടി പറയുന്നത് മാത്രം അണികൾ കേൾക്കുന്ന അവസ്ഥ. അതാണെങ്കിൽ മറ്റു പാർട്ടിക്കാർ പോലും സമ്മതിക്കുന്ന കാര്യവുമാണ്. ചിലപ്പോൾ ഇതെല്ലാം വല്ല തെറ്റിദ്ധാരണകളുടെയും പുറത്ത് നടക്കുന്നതാവാം. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറി പാർട്ടി പഴയതുപോലെ ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.